അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടി അവർ കുളിച്ച് ഈ കുളത്തിലാണ്. 2 ആഴ്ച മുമ്പാണ് ഇവിടെ 2-3 ദിവസം തുടർച്ചയായി കുളിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുളി കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് കുട്ടിക്ക് ഛർദി അനുഭവപ്പെട്ടത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അവിടെ കുട്ടിയുടെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ കുളത്തിലെത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് വളരെ ക്ലിയറായ വെള്ളമാണ്. അടിത്തട്ടൊക്കെ കാണുന്ന രീതിയിലുള്ള ക്ലാരിറ്റിയുള്ള വെള്ളമാണ്. വെള്ളത്തിന് ഇപ്പോൾ ഒഴുക്കുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഒഴുക്കില്ലാത്ത സമയത്ത്, അതായത് മഴ പെയ്ത് പിന്നീട് ഇടയ്ക്ക് മഴ കുറഞ്ഞ സമയത്ത് ഒഴുക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒഴുക്കില്ലാത്ത സമയത്താണ് കുട്ടി ഇവിടെ കുളിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടി ഏകദേശം ഒരു 15, 16, 17 തീയതികളാണ് ഇവിടെ കുളിച്ചിട്ടുണ്ടാവുക. ആ സമയത്താണ് വെള്ളം ഇല്ലാണ്ട് ഒഴുക്കില്ലാണ്ടിരുന്നത്. ആ സമയത്ത് വെള്ളം ഒന്നായിട്ട് കറുത്തിട്ട് ഭയങ്കര മോശം രീതിയിലായിരുന്നു വെള്ളം. അന്നും കുറേ ആൾക്കാർ കുളിച്ചിട്ടുണ്ട്. ഈ മറ്റു കുട്ടികളും കുളിച്ചിട്ടുണ്ടല്ലോ. അവർ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത അങ്ങനെ എന്തെങ്കിലും ആശങ്ക ഉണ്ടോ? ആശങ്ക അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. 1-2 പേരട്ടും തലവേദനയൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് മാറി എന്നാണ് കേട്ടത്. കുളം അടച്ചിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഇനി ഇപ്പോൾ എപ്പോഴാണ് കുളിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു അറിവുണ്ടാകുന്നവരെ, ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നവരെ പൂട്ടിയിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കുട്ടി ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് വന്ന് കുളിച്ചതാണ്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം കുളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അവരെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടീൻ്റെ പ്രശ്നം, ഈ കുട്ടി ചാടി കുളിച്ച് ഇപ്പം കളറ് പച്ച കളറായി മാറിയിട്ടുണ്ട്. വെള്ളം ഒഴുക്കുന്ന സമയത്ത് പച്ച കളർ. ഇതിൽ പുല്ല് ഇപ്പം നോക്കിയാൽ കാണാം. ഈ പുല്ലൊക്കെ പായലൊക്കെ ചീഞ്ഞിട്ട് ആകെ കളറ് മാറിയിട്ടുണ്ട്. ആ സമയത്ത് ആരും കുളിക്കില്ല. അടുത്തുള്ള അയൽവാസികൾ ആരും കുളിക്കാത്ത. അങ്ങനെ കുളിച്ചുകൊണ്ടായിരിക്കും. കാരണം ദൂരെയുള്ള ആൾക്കാർ, ഞങ്ങൾ അറിയാത്ത ആൾക്കാർ, ഞങ്ങൾ കാണാറുണ്ട് കുളിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആദ്യമൊക്കെയാണെങ്കിൽ ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ പറഞ്ഞാൽ ആൾക്കാരെ പ്രതികരണം വളരെ മോശമായിരിക്കും. ദൂരെയുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പറയാറില്ല. അപ്പോൾ ആരൊക്കെയാണ് കുളിച്ചതെന്ന് പറയാൻ പറ്റും. പ്രദേശത്തുള്ള ആരും കുളിച്ചിട്ടില്ല. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഏതായാലും ഈ കുളം ഇപ്പോൾ അടച്ച് പൂട്ടിയിരിക്കുകയാണ്. നഗരസഭയുടെ ഭാഗത്തുനിന്ന് അറിയിപ്പില്ലാതെ കുളത്തിലാരും പ്രവേശിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.